നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വിലയിൽ വൻ ചാഞ്ചാട്ടം, ഏലയ്ക്ക സ്വന്തമാക്കാൻ വിപണിയിൽ മത്സരം. ഏഷ്യൻ റബ്ബർ വിലയിൽ വൻ ചാഞ്ചാട്ടം. പെരുന്നാൾ അവധി മൂലം മലേഷ്യൻ വിപണി ഇന്ന് പ്രവർത്തിച്ചില്ല. ഇത് അവസരമാക്കി ഊഹക്കച്ചവടക്കാർ ജപ്പാനീസ് മാർക്കറ്റിൽ പിടിമുറുക്കി. ഇതിനിടയിൽ ഡോളറിന് മുന്നിൽ യെന്നിൻ്റെ മൂല്യത്തകർച്ച ഒരു വിഭാഗം നിക്ഷേപകരെ ആകർഷിച്ചതോടെ ഓപ്പണിംഗ് വേളയിൽ റബ്ബർ കിലോ 409 യെന്നിൽ നിന്നും 418 രൂപ വരെ മുന്നേറിയെങ്കിലും ഉയർന്ന തലത്തിൽ പിടിച്ചു നിൽക്കാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബറിനായില്ല. വ്യാപാരാന്ത്യം നിരക്ക് 412ലേക്ക് താഴ്ന്നു. ബാങ്കോക്കിൽ 279 രൂപയിൽ വിപണനം നടന്നു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് വില 252 രൂപയിൽ നിന്നും 255 രൂപയായി. അതേസമയം ലാറ്റക്സ് ഒട്ടുപാൽ വിലകൾ 152 രൂപയിൽ സ്റ്റഡിയാണ്. ഉൽപ്പാദന മേഖലയിൽ രാവിലെ നടന്ന ഏലയ്ക്ക ലേലത്തിന് ഇറങ്ങിയ ചരക്കിൻ്റെ ഭൂരിഭാഗവും ഇടപാടുകാർ മത്സരിച്ച് സ്വന്തമാക്കി. മൊത്തം 44,980 കിലോഗ്രാം ഏലയ്ക്ക ലേലത്തിന് വന്നതിൽ 44,794 കിലോയും ആഭ്യന്തര വിദേശ ഇടപാടുകാർ കൈക്കലാക്കി. ഉത്തരേന്ത്യയിലെ വൻകിട സുഗന്ധവ്യഞ്ജന സ്റ്റോക്കിസ്റ്റുകൾ രംഗത്ത് സജീവമാണ്. ശരാശരി ഇനങ്ങൾ കിലോ 2,668 രൂപയിലും മികച്ച ഇനങ്ങൾ 3,255 രൂപയിലും ലേലം കൊണ്ടു. അന്തർ സംസ്ഥാന വ്യാപാരികളിൽ നിന്നുള്ള ഡിമാൻഡിൽ കുരുമുളക് വില ക്വിൻ്റലിന് 100 രൂപ വർദ്ധിച്ച് 70,400 രൂപയായി. മലബാർ മേഖലയിൽ നിന്നും മുളകിന് വിൽപ്പനക്കാർ കുറവായിരുന്നു. പെരുന്നാൾ പ്രമാണിച്ച് കൊച്ചി വെളിച്ചെണ്ണ വിപണി പ്രവർത്തിച്ചില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.